CPMൽ വീണ്ടും PJ തരംഗം. CPM 35 സീറ്റിലേക്ക് താഴുമ്പോൾ, ചരിത്രപരമായ തോൽവി നേരിടുമ്പോൾ P. ജയരാജൻ വീണ്ടും ചർച്ചാ വിഷയം ആകുന്നു. P. ജയരാജൻ്റെ അടുത്ത അനുയായികളായിരുന്ന കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും, കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നും ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും വിജയിച്ചത് CPMന് കടുത്ത തിരിച്ചടിയായി മാറി. കണ്ണൂരിൽ P. ജയരാജൻ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നാണ് കണ്ണൂരിലെ CPM സൈബർ പോരാളികൾ പറയുന്നത്. മാത്രമല്ല, P. ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുകയും ചെയ്തു. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് P. ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. ആരാണ് P. ജയരാജൻ എന്ന് ചോദിച്ചാൽ, സംഘപരിവാറുകാർ വെട്ടി കണ്ടം തുണ്ടമാക്കിയിട്ട നേതാവാണ് P. ജയരാജൻ. അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന P. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കണ്ണൂരിൽ CPM ശക്തമായ അടിത്തറ പ്രാപിച്ചത്. OK വാസുവിനെ പോലെയുള്ള ശക്തരായ BJP നേതാക്കളെ CPMലേക്ക് കൊണ്ടുവരാൻ P. ജയരാജന് സാധിച്ചു. അത് ഒരു ചരിത്രമാണ്. P. ജയരാജന് മാത്രം ഉൾക്കൊള്ളാനാകുന്ന, അല്ലെങ്കിൽ മാത്രം സാധിക്കാവുന്ന ചരിത്രം. കണ്ണൂരിലെ സൈബർ പോരാളികൾ MV ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പിണറായി വിജയന് ധർമ്മടത്തേറ്റ തിരിച്ചടി, ധർമ്മടത്ത് വലിയ ഒരു തിരിച്ചടിയാണ് ജയിച്ചെങ്കിലും പിണറായി വിജയന് ഏറ്റത്. അതിനെല്ലാം പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും. പിണറായി വിജയൻ ഇപ്പോൾ ഏകാഗിയായി ഇരിക്കുമ്പോൾ P. ജയരാജൻ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആഗ്രഹം കണ്ണൂരിലെ സാധാരണക്കാരായ സഖാക്കൾക്കുണ്ടായാൽ അതൊരു തെറ്റല്ല, അതൊരു തെറ്റ് തിരുത്തലാണ്. MV ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ചടുലമായി ആലോചിക്കുകയാണ് PB. പകരം P. ജയരാജനെ കൊണ്ടുവന്നാൽ പാർട്ടിക്ക് കരുത്തുണ്ടാക്കും എന്ന ആശയം കണ്ണൂർ സഖാക്കൾ തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന B. കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് പിണറായിക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് P. ജയരാജൻ. P. ജയരാജനെ വെട്ടി അരിയുകയായിരുന്നു പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ P. ജയരാജനെ RSSകാർ വെട്ടിയതിനേക്കാളും ക്രൂരമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വെട്ടി അരിഞ്ഞു. അതിന് ഒരു പരിഹാരം പാർട്ടി തന്നെ കാണേണ്ടി വരും. K. സുധാകരൻ ഒരിക്കൽ പറഞ്ഞു, കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ കാലിബറുള്ള നേതാവാണ് P. ജയരാജൻ എന്ന്. വെട്ടിയരിഞ്ഞിട്ടും തുണ്ടം കൂട്ടി തിരിച്ചു വന്ന നേതാവ്. ആ നേതാവ് തന്നെ പാർട്ടിയെ വിമർശിച്ചിരിക്കുന്നു. P. ജയരാജൻ സാധാരണ പാർട്ടിയെ വിമർശിക്കാറില്ല. പാർട്ടിക്ക് അതീതമായി അദ്ദേഹമൊന്നും ചിന്തിക്കാറില്ല. പാർട്ടിയാണ് P. ജയരാജന് എല്ലാമെല്ലാം. പാർട്ടിയാണ് P. ജയരാജൻ്റെ ശക്തി. പാർട്ടിയാണ് P. ജയരാജൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ മക്കൾ കോപ്പറേറ്റീവ് ബിസിനസ്സുകൾ ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ സാധാരണക്കാരായി ജീവിക്കുന്നു.
ചടയൻ ഗോവിന്ദൻ്റെ ശിഷ്യനായ പി ജയരാജൻ തൻ്റേതായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. പി ജയരാജന് കണ്ണൂരിൽ സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വാധീനം പാർട്ടി കൊടുത്തിരുന്നെങ്കിൽ, വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഒന്നും റബലുകളായി മാറില്ലായിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ തകരില്ലായിരുന്നു. ധർമ്മടത്ത് പിണറായി വിജയന് വെള്ളം കുടിക്കേണ്ടി വരില്ലായിരുന്നു. പി ജയരാജനെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാക്കി ഒതുക്കി നിർത്തിയപ്പോൾ തകർന്നത് കണ്ണൂരിലെ കോട്ടയാണ്. കെ കെ രാജേഷ് ജില്ലാ സെക്രട്ടറിയായി എത്തിയപ്പോൾ കണ്ണൂരുകാർ പി ജയരാജൻ്റെ ശൈലിയെയാണ് സ്വീകരിച്ചത്. പുതിയ കോപ്പറേറ്റീവ് നേതാക്കൾ CPM-ൽ വളർന്നു വന്നപ്പോൾ പി ജയരാജനെ പോലെ സംഘപരിവാറിൻ്റെ വെട്ടും കുത്തുമറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയ നേതാക്കളെ മറക്കാൻ ശ്രമിച്ചു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം, അല്ലെങ്കിൽ CPM. ഇപ്പോൾ പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ, ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനാകാതെ പിണറായി വിജയൻ വീർപ്പുമുട്ടുമ്പോൾ പി ജയരാജനും പറയുന്നു, നേതൃത്വത്തെ അണികൾ തിരുത്തണം. പി ജയരാജൻ കണ്ണൂരിൽ ഒന്നിറങ്ങിയാൽ, ഒന്ന് കാലുകുത്തിയാൽ തീരുന്ന പ്രശ്നമേ കണ്ണൂരിലെ പാർട്ടിക്കകത്തുള്ളൂ. അതാണ് പാർട്ടിക്കകത്ത് PJ. അതാണ് പാർട്ടിക്കകത്തുള്ള PJ ഫാക്ടർ. കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ സ്വീകാര്യനാണ് പി ജയരാജൻ. അതാണ് പിണറായി വിജയനെ അസഹിഷ്ണുത ഉള്ള ഒരു മനോഭാവത്തിലേക്ക് മാറ്റിയത്. പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾക്കൊള്ളിച്ചില്ല CPM. പകരം മുഹമ്മദ് റിയാസിനെയൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾക്കൊള്ളിച്ചു. ഇപ്പോൾ പി ജയരാജനും പറയുന്നു, തിരുത്തണം പാർട്ടി, ഇല്ലെങ്കിൽ പാർട്ടിയുടെ അടിവേര് ഇളകും. പി ജയരാജനെ പോലെയുള്ള ഒരു യോദ്ധാവിനെ അനിവാര്യമാണെന്ന് PBയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ തെറിക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് CPM-നെ നോക്കി കൊഞ്ഞണം കുത്തി MV ഗോവിന്ദൻ മാസ്റ്റർ. അവിടെ ജയിച്ചു കയറിയത് പി ജയരാജൻ്റെ ശിഷ്യനായ TK ഗോവിന്ദൻ. പയ്യന്നൂരിൽ TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് രേഖകൾ സഹിതം കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തെയും പാർട്ടി പുറത്താക്കി. പക്ഷേ അവിടെയും പാർട്ടിക്ക് തെറ്റി, പാർട്ടിക്ക് പിഴച്ചു. പി ജയരാജൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുന്നു. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ തെറിക്കും എന്നുള്ളത് ഉറപ്പായി. CPM-ൽ ഇനി ശുദ്ധികലശം. CPM-ൽ വീണ്ടും വരുമോ പി ജയരാജൻ യുഗം? കണ്ണൂർക്കാർ ഉറ്റുനോക്കുന്നത് അതാണ്. പി ജയരാജനെ പാർട്ടി സെക്രട്ടറിയാക്കി കൊണ്ടുവന്ന് പാർട്ടിക്കുള്ളിൽ ഒരു പുതിയൊരു തലമുറ, പുതിയൊരു ശക്തി കേന്ദ്രം സൃഷ്ടിക്കണം എന്നാണ് കണ്ണൂരിലെ സൈബർ സഖാക്കളുടെ ആവശ്യം. ആ ആവശ്യത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി കണ്ണൂരിൽ നേരിടേണ്ടി വരും. ഇനി CPM-നെ അടിച്ചൊതുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPM-ൽ അത്രയേറെ അന്തഛിദ്രം വളർന്നു കഴിഞ്ഞു. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ വരെ പോലീസുകൾ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും തിരിച്ചെത്തണമെങ്കിൽ പി ജയരാജൻ തിരിച്ചെത്തണം പാർട്ടിയിൽ. പി ജയരാജനെ ഒതുക്കിയതാണ് പാർട്ടിയുടെ തോൽവി. കണ്ണൂരിലെ
തിരിച്ചടിക്ക് കാരണം. അതിപ്പോൾ സൈബറിടങ്ങളിൽ നിറയുകയാണ്. തിരിച്ചു വരുമോ PJ ഫാക്ടർ? തിരിച്ചു വരുമോ കണ്ണൂരിലെ ചെന്താരകം? അങ്ങനെ ചുമ്മാ തിരിച്ചു വന്നാൽ പോരാ എന്നാണ് കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ പറയുന്നത്. പകരം പാർട്ടി സെക്രട്ടറിയായി ജയരാജൻ വരണം. അതൊരു അനിവാര്യതയാണ്, കാലത്തിൻ്റെ അനിവാര്യത.